എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ ലാറ്ററൽ എൻട്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് അപേക്ഷ ക്ഷണിച്ചു. വിദ്യാർത്ഥികൾക്ക് 2025-26 അധ്യയന വർഷത്തെ പോളിടെക്നിക് ലാറ്ററൽ എൻട്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയിട്ടാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് polyadmission.org എന്നുള്ള, അതായത് www.polyadmission.org എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ഇതിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത്. റെഗുലർ വിഭാഗത്തിലേക്കുള്ള അപേക്ഷ നിലവിൽ ആരംഭിച്ചിട്ടില്ല. അത് ഏകദേശം ഒരു മെയ് 23-ാം തീയതിയോടെ ആരംഭിക്കുന്നതായിരിക്കും. അതായത് ഏകദേശം +2 റിസൾട്ട് 21-നാണ് വരിക. അതിനുശേഷമാണ് ഈ ഒരു ഡിപ്ലോമയുടെ റെഗുലർ വിഭാഗം കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ ആരംഭിക്കാനുള്ള സാധ്യത. അപ്പോൾ നിലവിൽ ലാറ്ററൽ എൻട്രി വിഭാഗത്തിലേക്കുള്ള അപേക്ഷയാണ് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് www.polyadmission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ ലാറ്ററൽ എന്നുള്ള ഭാഗത്ത്, അതായത് രണ്ടാമതായിട്ട് കൊടുത്തത് കാണാം, ലാറ്ററൽ സെക്കൻഡ് ഇയർ അഡ്മിഷൻ ത്രൂ ലാറ്ററൽ എൻട്രി 2025-26 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എങ്ങനെ അപേക്ഷ സമർപ്പിക്കണം എന്നുള്ള ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് നൽകിയിട്ട് പ്രോസ്പെക്ടസിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇവിടെ ഡൗൺലോഡ്സ് ഓപ്ഷനിൽ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളാണ് ഈ ഒരു പോളിടെക്നിക് ഡിപ്ലോമ പ്രോഗ്രാംസിൽ ഉള്ളത് എന്നുള്ളതും, അതുപോലെ തന്നെ കോഴ്സ് കോഡ്, അതുപോലെ തന്നെ മറ്റ് ആൻറ്റി റാങ്കിങ് സർട്ടിഫിക്കറ്റ്, അതുപോലെ ഓതറൈസേഷൻ ലെറ്റർ, ഇതുപോലെ വിവിധ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ഫോമാറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ നൽകിയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഹോം പേജിലേക്ക് വരിക. അപ്പോൾ ഹോം പേജിൽ നിങ്ങൾക്ക് ഇവിടെ പ്രോസ്പെക്ടസ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ കൃത്യമായിട്ട് ഓരോ ആപ്ലിക്കേഷൻ്റെ ആ ഒരു ഡേറ്റ്, അലോട്ട്മെൻറ്റുകളുടെ ഡേറ്റ് എന്നിവയൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം 16-ാം തീയതി മുതലാണ് ഇതിൻ്റെ ഈ ഒരു അപേക്ഷ ആരംഭിച്ചിട്ടുള്ളത്. ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 30/5/2025, അതായത് മെയ് 30-ാം തീയതിയാണ്. അതുപോലെ തന്നെ ഓൺലൈൻ സബ്മിഷൻ ആപ്ലിക്കേഷൻ എൻഡ്, അതായത് ഇതും 30-ാം തീയതിയാണ്. അതുപോലെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു ജൂൺ 3-ാം തീയതിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ്, അതായത് ആപ്ലിക്കേഷൻ കറക്ഷൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ ഒരു ജൂൺ 5-ാം തീയതിയാണ്. അതുപോലെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂൺ 9-ാം തീയതിയാണ്. അതുപോലെ തന്നെ കൗൺസിലിംഗ് ആൻഡ് അഡ്മിഷൻ, അതായത് നിങ്ങൾക്ക് ഈ ഒരു കോളേജിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ ആരംഭിക്കുന്നത്, അതായത് അലോട്ട്മെൻറ്റിനാണ് കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അലോട്ട്മെൻറ്റും അഡ്മിഷനും നടക്കുന്നത് ഈ ഒരു 10/6/2025 മുതൽ 13/6/2025 വരെയാണ്. അതിനുശേഷം സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് 19/6/2025 മുതൽ 23/6/2025 വരെയാണ്. അതിനുശേഷം അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് 15/7/2025 അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻസ്, അതുപോലെ റിസർവേഷൻ എന്താണ്, അതുപോലെ എന്തൊക്കെ ഡോക്യുമെൻറ്റ് വേണം, റീഫണ്ട് എങ്ങനെയാണ്, കോളേജസ് ഏതൊക്കെയാണ് എന്നിങ്ങനെ വിവിധ ഡീറ്റെയിൽസുകളും അതുപോലെ സർട്ടിഫിക്കറ്റ്സിൻ്റെ കാര്യങ്ങളുമൊക്കെ ഇതിൽ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് +2-വിൽ VHSC പഠിച്ചവർക്ക് ഈ ഒരു റിസർവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ +2 പഠിച്ചവർക്കും ഇതിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ +2 അല്ലെങ്കിൽ VHSC അല്ലെങ്കിൽ ഈ ഒരു സെക്കൻഡ് ഇയർ കോഴ്സ് ഓഫ് ITI, അതല്ലെങ്കിൽ NCVT, SCVT, KGCE എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് യോഗ്യത നേടിയവർക്ക് ഈ ലാറ്ററൽ എൻട്രി വിഭാഗത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 2025-26 വർഷത്തെ ഈ ഒരു പോളിടെക്നിക് ഡിപ്ലോമ ലാറ്ററൽ എൻട്രി കോഴ്സിലേക്ക്, അതായത് സെക്കൻഡ് ഇയറിലേക്ക്, അതായത് 3ാമത്തെ സെമസ്റ്ററിലേക്ക് നേരിട്ടുള്ള പ്രവേശനമാണ് ഈ ഒരു ലാറ്ററൽ എൻട്രി മുഖേന ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യം തന്നെ 1 ടൈം രജിസ്ട്രേഷനാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഈ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് 400 രൂപയാണ്. നിങ്ങൾ SC/ST വിഭാഗമാണെങ്കിൽ 200 രൂപയാണ് ഫീസ് വരിക. അതുപോലെ തന്നെ അതുപോലെ വിവിധ വിഭാഗങ്ങൾക്കായിട്ട് ഈ ഒരു ഫീസിൻ്റെ കാര്യങ്ങളും മറ്റുമൊക്കെ പ്രത്യേക റിസർവേഷൻസും കാര്യങ്ങളും, അതുപോലെ തന്നെ സീറ്റ് റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഈ ഒരു പ്രോസ്പെക്ടസ് പരിശോധിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസും കൃത്യമായിട്ട് പ്രോസ്പെക്ടസിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതായത് കാൻഡിഡേറ്റ് ഷാൽ ലോഗിൻ യൂസിങ് ദ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ, അതായത് നിങ്ങൾക്ക് ഒരു രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം. കാരണം OTP പാസ്വേഡ് ലഭിക്കുന്നതിന് അത് ആവശ്യമാണ്. അതുപോലെ തന്നെ ഇനി എന്തൊക്കെ വേണം എന്ന് നോക്കാം. അതായത് +2 അല്ലെങ്കിൽ VHSC കാൻഡിഡേറ്റ്സിന് ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് എയ്ഡഡ് അല്ലെങ്കിൽ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അണ്ടർ IHRD വിഭാഗം അല്ലെങ്കിൽ CAP അല്ലെങ്കിൽ ഗവൺമെൻറ് സീറ്റ് ഇൻ സെൽഫ് ഫിനാൻസിങ് കോളേജസ്, അതുപോലെ തന്നെ അതായത് വിവിധ വിഭാഗങ്ങളായിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ പോളിടെക്നിക്കിൽ വരുന്നുണ്ട്. പോളിടെക്നിക്കിൽ തന്നെ സെൽഫ് ഫിനാൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജസ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ IHRDക്ക് കീഴിൽ വരുന്ന കോളേജസ് ഒക്കെ ഉണ്ട് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഓരോ വിഭാഗങ്ങളും എത്ര സീറ്റുകൾ ഉണ്ട്, അതുപോലെ അത് ഏത് വിഭാഗമാണ്, IHRDയുടേതാണോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റേതാണോ എന്നിങ്ങനെയൊക്കെയുള്ള, അതുപോലെ സെൽഫ് ഫിനാൻസ് കോളേജാണോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഏതൊക്കെ കോളേജുകളാണ് ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ഇതിൽ നൽകിയിട്ടുണ്ടാകും. അപ്പോൾ ജസ്റ്റ് ഇവിടെ നിങ്ങളുടെ യൂണിഫോമിൻ്റെ കാര്യം കൊടുത്തിട്ടുണ്ട്. ബോയ്സ് ആണെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഗോൾഡൻ യെല്ലോ ഹാഫ് സ്ലീവ് ഷർട്ട് ആൻഡ് ഫോമൽ ബ്ലാക്ക് പാൻറ്റ്. ഗേൾസ് ആണെങ്കിൽ ബ്ലാക്ക് ചുരിദാർ വിത്ത് ഗോൾഡൻ യെല്ലോ ടോപ്പ് ആൻഡ് ബ്ലാക്ക്
വേസ്റ്റ് കോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വിവിധ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് വേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രോസ്പെക്ടസ് നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തുക. എന്തൊക്കെയാണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഓരോ സർട്ടിഫിക്കറ്റിൻ്റെയും വാലിഡിറ്റി എത്ര വർഷമാണ്, അത് നിങ്ങൾ മുമ്പ് ഉണ്ടാക്കി വെച്ച സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ ഫീസും കാര്യങ്ങളൊക്കെ എത്രയാണ് എന്നുള്ളത് നൽകിയിട്ടുണ്ട്. അതായത് ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജസിൽ എത്രയാണ് ടോട്ടൽ ഫീസ് വരുന്നത് എന്നുള്ളത്, അതായത് ഏകദേശം ഒരു 15,000 രൂപയ്ക്ക് അടുത്താണ് ഫീസ് വരാനുള്ള സാധ്യത. അതുപോലെ സെൽഫ് ഫിനാൻസ് കോളേജുകൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 25,000 രൂപക്കുള്ളിൽ, അതായത് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് IHRD പോളിടെക്നിക് കോളേജിൽ ആ ഒരു രീതിയിലാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് ഈ ഒരു ക്യാപ്പ് കോളേജുകളിൽ ആണെങ്കിൽ എത്ര രൂപയാണ് ഫീസ് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജസിൽ എത്ര രൂപയാണ് ഫീസ് വരുന്നത്, അത് ഏകദേശം ഒരു 50,000 രൂപയ്ക്കുള്ളിലൊക്കെ ആയിട്ട് സെൽഫ് ഫിനാൻസ് കോളേജിൽ ഫീസ് വരുന്നുണ്ട്. അപ്പോൾ എത്ര രൂപയാണ് ഫീസ് വരുന്നത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പ്രോസ്പെക്ടസ് പരിശോധിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ റീഫണ്ടിൻ്റെയും മറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോസ്പെക്ടസ് പരിശോധിച്ച ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ യൂസർ നെയിം ഓർ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് കൊടുക്കുക. പാസ്വേഡ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ OTP കൊടുത്തു കഴിഞ്ഞാൽ മതി. നിലവിൽ വെബ്സൈറ്റിൽ, അതായത് ഇന്ന് മുതലാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു ലിങ്കും കാര്യങ്ങളൊന്നും വെബ്സൈറ്റിൽ വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ലിങ്കുകൾ നിലവിൽ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ, അതായത് നിലവിൽ വെബ്സൈറ്റിൽ ഈ ഒരു ലിങ്കുകൾ വരാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ലിങ്കുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. കാരണം നിലവിൽ കാൻഡിഡേറ്റ് ലോഗിൻ മാത്രമേ വന്നിട്ടുള്ളൂ. കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ആ ഒരു പേജാണ്. കാരണം ഇവിടെ ലോഗിൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ആദ്യം യൂസർ നെയിമും അതുപോലെ തന്നെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. നിലവിൽ ആ ഒരു കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ അറിയിക്കുന്നതായിരിക്കും. ഇവിടെ യൂസർ നെയിം എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളുടെ യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് യൂസർ നെയിം എന്നുള്ളത് മൊബൈൽ നമ്പർ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്കുകൾ വരാത്തത് കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിലവിൽ ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നാളെയോടെ മാത്രമാണ് ഇതിനുള്ള ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ വരികയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.